ഹലോ ഗൈസ്, ഇന്ന് അപ്പൂപ്പൻ്റെയും അമ്മമ്മയുടെയും കൂടെ ഒരു വൈകുന്നേരം ടുട്ടു എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോ. എന്ത് ചെയ്യാണ്? പായ ആറ്റാന് ആ മതി ആറ്റിക്കൂട്ടി അതിന് കുടിക്ക്. യെസ് എന്താ മിക്സിയാ? മതി മതി അതിന് കുടിച്ചോ കുടിച്ചോ. വെള്ള വീശ വന്നു. പാല് കുടിച്ചോ, മുഴുവൻ കുടിച്ചോ. സ്ട്രോങ് ബോയ് ആവട്ടെ, കുടിക്കിട്ടാ. Very strong boy. ഗുഡ് ബോയ്. ഇനി വായ എഴുകണ്ടേ? മീശ എവിടെ ഇട്ടിട്ടുണ്ട്? മീശ വാ, വായ എഴുകാൻ പോവാ. വാ, ഇനി വായ എഴുക. അമ്മ കൊൽക്കൊഴിഞ്ഞേരാ. എങ്ങനെയാണ് ഇട്ടിട്ട് കൊൽക്കൊഴിയാ? നന്നാ മെടുക്കൻ. ഇങ്ങനെ ആട്ട്. ഗുഡ് ബോയ്. ഷോപ്പ് ഇട്ടിട്ട് മെടുക്കൻ. ഗുഡ് ബോയ്. ഷോപ്പ് ഇട്ട് കഴുകണം അല്ലേ? മതി മതി മതി. അങ്ങനെ പാലുകുടിയൊക്കെ കഴിഞ്ഞ് ആൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പറമ്പൊക്കെ ഫുള്ള് വെട്ടിത്തെളിച്ച് ക്ലീൻ ചെയ്തിട്ട് ഇന്നിപ്പോൾ കത്തിക്കണ ദിവസമാണ്. അപ്പോൾ ആൾ എന്തായാലും പറമ്പിൽ ഇറങ്ങി നടന്നിട്ടുണ്ട്. ഇത്രയും ദിവസം ഫുള്ള് പുല്ല് പോലെയൊക്കെ ആയിട്ട് ആൾക്കൊരു പേടി പോലെയായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ ക്ലീനായ കാരണം ഓട്ടം തന്നെ ഓട്ടം, വീടിന് ചുറ്റും ഓട്ടം തന്നെ. അപ്പോൾ നമ്മൾക്ക് ഒന്ന് കറങ്ങി വന്നാലോ? അതിൻ്റെ കൂടെ ഒരു സർപ്രൈസ് ഉണ്ട്. ഞാനൊരു സ്പെഷ്യൽ ഫ്രൂട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം, ഞങ്ങളുടെ വീട്ടിലുണ്ടായത്. അവിടെ ഒന്നും വേണ്ട, അങ്ങോട്ട് പോ. അങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഗൈസ്, ഇത് ഞങ്ങളുടെ വീട്ടിലത്തെ ജൈവവള വേസ്റ്റ് സംഭരണിയാണ്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ആണോ? ഇവിടെ കൊടുത്തതാണ് ഇവർ പഞ്ചായത്തിന്. അമ്മ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇവിടെ ഒരേ ഇതിലിങ്ങനെ വേസ്റ്റ് വയ്ക്കും. വേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ ചകിരിച്ചോറ് വരും. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും എല്ലാം നല്ല പൊടി പോലെ ആയിട്ടുണ്ടാവും. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് പറഞ്ഞുകൊണ്ടത് കണ്ടോ? അടിയിൽ വേസ്റ്റ് ഇട്ടത് ചകിരിച്ചോറിട്ട് ഫുള്ള് നുറുങ്ങിച്ച് പൊടി പോലെയാവും. അപ്പോൾ നമുക്കത് വളമായിട്ടിടാം. അപ്പോൾ മുകളിലേക്ക് ഇതായിട്ടില്ല, ലാസ്റ്റത്തെ തട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നത്. ഇത് കൊല്ലങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെയാണ് ഫുഡ് വേസ്റ്റ് എല്ലാവരും ഇടുന്നത്. ഇങ്ങനെയാണ് ഇവിടെ ഓടി വീട് ഫുള്ള് ഓട്ടമാണ് എൻ്റെ പണി. പതുക്കനെ ദേ അവിടെ തീയ കത്തിക്കണം കണ്ട. അപ്പം തീ കത്തിക്കേന് നോക്കണോ കേട്ടോന്? ഇതിലേ വാ, ഇതിലേ അത് ബബ്ബ. ഹായ് എന്ന് പറ. ഹായ് ബബ്ബേ. ബായ് നാ. ഞാൻ പോകുകയായിരുന്നു. വാ, അപ്പനെ വിളിക്ക്. അപ്പേന്ന് ഉറക്കനെ വിളിക്ക്. അപ്പ ദേ ഇവിടെ അവിടെയല്ല, ദേ അപ്പേന്ന് വിളിക്ക്. അത് കയ്യോ അമ്മൂന്റെ അവിടെ നിൽക്കട്ടാ. ഇതൊക്കെ മല്ലിയില നട്ടിരിക്കണതാണ്. മല്ലിയിലൊക്കെ നട്ടിട്ട് ചെറുതായിട്ട് പൊടിച്ചു വരുന്നുണ്ട്. അവിടെ നിന്നാ മതി. ഇത് ചീര, കുഞ്ഞു ചീര. ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതും എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണ്ടൊക്കെ പുള്ളിക്കാരി ഇവിടെ നട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ മല്ലിയിലയും പുതിനയിലൊക്കെ അമ്മ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും നടാറ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നെറ്റിൽ കണ്ടിട്ട് കുപ്പിയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആ പ്ലാസ്റ്റിക്കിന്റെ പിങ്ക്. അമ്മ ഇവിടെ മത്തങ്ങ പടർത്തിയിട്ടുണ്ട് മുകളിലേക്ക്. അതിലൊരു ചെറിയ മത്തങ്ങ ആയി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പൊ തീ കത്തിക്കണല്ലേ? കൊതുക് ഉണ്ട് കേട്ടോ. കണ്ടാ? നല്ല സുഖമല്ലേ നിക്കാന്? ഇവിടേക്ക് ദൂരെ നിക്ക്. വാവ്, സൂപ്പർ. അപ്പൂപ്പിന്റെ കൂടെ പോണ്ട. പറക്കും ഇങ്ങോട്ട് പോര്. മാറിക്ക്, അപ്പൂപ്പി ക്ലീൻ ചെയ്യട്ടെ. പിന്നെ ടുട്ടൂച്ചി കുറേ ചെയ്ത് നല്ല രസമായിരിക്കുള്ളൂ.
പറമ്പൊക്കെ ഫുള്ള് അച്ഛനും അമ്മയും തന്നെയാണ് ക്ലീൻ ചെയ്യണത്. ഇപ്പോൾ ഒരു ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കത്തിക്കുള്ള സെക്ഷൻ ആ അച്ഛൻ്റെയാണ്. അങ്ങനെ പുറകിൽ ഇങ്ങനെ നടന്നോളും. കുരുമുളക് ഇവിടെ അത്യാവശ്യം ചില അടക്കയിലും അധികം പ്ലാവുമൊക്കെയാണ് കുരുമുളക് ഇങ്ങനെ പടർത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഞാനത് പിടിച്ചതാണ്. ഞാനൊരു ചെറിയ വാഴത്തോട്ടത്തിൻ്റെ നടുക്കാണേ. അത് ഇതൊക്കെ ചെറുതാണ്, അങ്ങനെ കൊലാന്നൊന്നും പറയാനൊന്നും ആയിട്ടില്ല. അവിടെ ബാക്കിലത്തേലാണ്. ഇവിടെയൊക്കെ ഇതിലൊക്കെ വാഴക്കൊലയൊക്കെ കിട്ടാറുണ്ട്. അത്യാവശ്യം ഈ അറ്റം മുതൽ ആറ്റം വരെ അവരിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ കൊലകൾ വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഇല്ല, ജസ്റ്റ് ആയി തുടങ്ങണുള്ളൂ. ഒരു ചെറിയ പൂവൊക്കെ കാണുന്നുണ്ട്. ആ, ഇവിടെ ചെറിയ കൊല ആവാൻ സ്റ്റാർട്ടാവുന്നുണ്ട്. ഓ, എന്ത് ഭാഷ ഇത്! എന്തോരം കോത് കണ്ടാ നിന്റെ ചുറ്റും. ആ, ഞാൻ തീലിട്ടോ, അതീലിട്ടോ. ഗുഡ് ബൈ. മതി മതി, ഇട്ടാതില്. കത്തിക്കട്ടെ അല്ലേ ആ പുപ്പി? ആ, ബബ്ലൂസ് എവിടെ? ഇത് നോക്കിയോ മോളില് ബബ്ലൂസുകൾ കണ്ടാ? വാവ്, പിന്നെ ബബ്ലൂസ് പിടിക്കണ. ആ, തീയൊക്കെ അവിടെ ഉണ്ട്, അത് മതി. പിടിച്ചേ പിടിച്ചേ. ആ, തീയ മതി. ആ, ദൂരെ കേട്ടാ. അങ്ങനെ മിടുക്കൻ. അവിടെ നിന്നാ മതി, അവിടെ നിന്നാ മതി. ആ, ടുട്ടുന്റെ ചുറ്റും കൊതുകണ്ട. കുഞ്ഞി മാങ്ങ അല്ലേ? വലുതാവട്ടെ. എവിടെ നോക്കട്ടെ, അമ്മയ്ക്ക് കാണിച്ചു തരുമോ? എവിടെ നോക്കട്ടെ? അയ്യോ, കുഞ്ഞി മാങ്ങ. മതി മതി, ഇങ്ങോട്ട് പോരെ. ആൾക്ക് അവിടെ കത്തിക്കണേൻ്റെ അവിടെ നിന്ന് മതിയായിട്ടില്ല. വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. മതി മതി കേട്ടോ, വാ. നല്ല ഞങ്ങളുടെ ഓടി കളിക്ക്. അച്ചോന്റെ ചെരുപ്പൊക്കെ പോയി. തന്നെയാണ്. അപ്പം ഞങ്ങളും ഓടിക്കോട്ടെ വിചാരിച്ചു. കുറച്ച് എക്സസൈസൊക്കെ ആയിക്കോട്ടെ. ഇവിടെ വരുമ്പോൾ മാത്രമേ ഈ വക എക്സസൈസും എല്ലാം കിട്ടുള്ളൂ. ഓടി 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 പതുക്കനെ. അയ്യോ അയ്യോ അയ്യോ, അവിടെ പോയി ഇരുന്നോ, റെസ്റ്റ് എടുത്തോ. ഗുഡ് ബൈ. കഴിഞ്ഞ റെസ്റ്റ്. പറമ്പൊക്കെ എല്ലാവരും നല്ലപോലെ ഒരു ക്ലീൻ ചെയ്തിട്ടുണ്ട്. എവിടെ ചക്ക? എവിടെ ചക്ക? ആ ആ ആ, ഇതാണോ ബ്ലാത്തി? ചെറിയ ചെറിയ ചക്കകളൊക്കെ ആയി സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ സർപ്രൈസ് ഫ്രൂട്ട്. ഗൈസ്, ഇവിടെ ഒരു ബ്ലാത്തിച്ചക്കട മരമുണ്ട്. എനിക്ക് എന്താണ് ഏതാണെന്നൊരു പിടുത്തമില്ല. ഇതാണ് ആ ഫ്രൂട്ട്. ഈ ചക്ക ഇങ്ങനെ ഇതിൻ്റെ ഫുള്ള് ഇങ്ങനെ മുള്ളു പോലെയാണ്. അതുകൊണ്ട് അതിന് മുള്ളാത്ത എന്നും കൂടെയും പറയുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷിക്ക് വളരെ നല്ല സംഭവമാണെന്നാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞി കുഞ്ഞി ഇങ്ങനെ കുരുകൾ ഇങ്ങനെയുണ്ട്, ബ്ലാക്ക് കളർ വലുത്. ഇത് ശരിക്കും മറ്റേ എന്താ പറയുക, സീതപ്പഴം, ആത്തച്ചക്ക, അതിൻ്റെ ഒരു ചെറിയ എന്തെങ്കിലും കസിനായിട്ടൊക്കെ വരും. എന്താ വെച്ചാൽ ആ രീതിയിലാണ് ഇത്. ഇതുവരെ നെറ്റിലോ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇതായി വരുന്നുള്ളൂ. ആദ്യമായിട്ടായ ഇത് ആരടി വന്നിരിക്കണേ? ടുട്ടുകുട്ടിയനെ ഉമ്പാച്ചി കുടിക്കാനെ അമ്മ വന്നിട്ടാണ് എടുക്കണത്. അമ്മ കുഞ്ഞു കുഞ്ഞു ചീര പൊട്ടിക്കാന്. ഇതിനെന്തിട്ടാണ് പറയാ, വേലിച്ചീര. ഇത് വേലിച്ചീരയാണ് ഗൈസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. തേങ്ങയും പരിപ്പൊക്കെ ഇട്ട് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിത് പൊട്ടിച്ചുണ്ടാക്കാറുണ്ട്. കൊള്ളി നടാൻ വെച്ചതിൽ അതിൻ്റെ എല്ലാം ആയി തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും അത്യാവശ്യം നല്ല ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ട്. പറമ്പൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യാണ്ട് എല്ലാവർക്കും വയ്യാണ്ടൊക്കെ ആയിരിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്.
ഇനി ഇവിടെ അവർ ഈ കൊള്ളി ഇത് ചെയ്യും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തപ്പോൾ കൊള്ളി ജസ്റ്റ് അതിൻ്റെ കോലുകൾ ഉണ്ടായിട്ടുണ്ടായുള്ളൂ. ഇനി അവരിത് നട്ടു തുടങ്ങും. അതൊക്കെ കാണണമെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മതി. ഇത് ഞങ്ങൾ വീഡിയോ പൈനാപ്പിളാണേ. പൈനാപ്പിൾ ഇതിലാവാറുണ്ട്. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, ഒന്നും വന്നിട്ടൊന്നുമില്ല. സീസണാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ പൈനാപ്പിൾ ആയതൊക്കെ ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാട്ടിയിട്ടുണ്ട്. വേലിച്ചീര എല്ലാവർക്കും ഇഷ്ടമുള്ള കാരണം ഇങ്ങനെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇങ്ങനെ ചെറിയ ഒരു ഇത് നട്ടിരുന്നതായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഞങ്ങളുടെ പനിനീർ റോസ് കണ്ടോ ഗൈസ്, ഞങ്ങൾ ഇത് ഇടയ്ക്ക് തിളപ്പിക്കണ വെള്ളത്തിൽ ഇതിടും. അപ്പോൾ ആ വെള്ളത്തിലും കുടിച്ചു കഴിഞ്ഞാൽ നമുക്കും നല്ലൊരു റോസിൻ്റെ മണമാണ്. നല്ല പനിനീർ റോസാണ്, നല്ല മണമുണ്ട് കേട്ടോ അതിന്. ഇവിടെ ഒരാൾ വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ട് വൈകുന്നേരത്തെ കളി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഓട്ടോണ് ഇവിടെ നിന്ന് അങ്ങോട്ടോടും അവിടെ നിന്ന് ഇങ്ങോട്ടോടും. ഇങ്ങോട്ട് വാങ്ങി അങ്ങോട്ട് പോണ്ട. മാവ് പൂത്തിട്ടിപ്പോൾ അതിൽ ഫുള്ള് കുഞ്ഞി കുഞ്ഞി മാങ്ങകളായിട്ടുണ്ട്. കണ്ടോ? ആ കണ്ടാ, കുഞ്ഞി കുഞ്ഞി കണ്ണിമാങ്ങ രീതിയിൽ. ഇത് നീലൻ മാവാണ്. ഒരു മാങ്ങ തന്നെ ഒരു നല്ല രീതിയിൽ ആയിക്കഴിഞ്ഞാൽ 1 കിലോ കൂടുതലൊക്കെ ഉണ്ടാവും ഇത്. ഓടി 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 ഓടി. ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഒരു കറുകലയുടെ മരം കൂടെ ഉണ്ട്. നല്ല രസമുണ്ട്, നല്ല പൂത്തിരിക്കുക. നമ്മൾ ചിക്കനിലും അങ്ങനെ മസാലക്കറികളിലും എല്ലാത്തിലും നമ്മളിടും. ഇതിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇപ്പോൾ മൊത്തം പൂത്തിരിക്കുകയാണ്. മാവും അതേ പൂത്തിരിക്കുകയാണ്. ഇത് ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് ഞങ്ങൾ വെക്കും. അപ്പോൾ നല്ലപോലെ ഉണക്കി കിട്ടിയാൽ നമുക്കിങ്ങനെ നല്ലപോലെ അത് യൂസ് ചെയ്യാം. മസാലക്കറികളിലും ഒക്കെ നല്ല മണമാണ് ഇതിന്. കറുകൽ എല്ലാവരും വീട്ടിലുണ്ടാവും. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ അല്ലേ വാങ്ങാറ്. ഇവിടെ അവിടെ ബാക്കിലും ഉണ്ട് കേട്ടോ ഒരു വലിയ മരം. നല്ല മണമാണ്. പച്ചക്കന്നെ ഞാൻ ഇടയ്ക്ക് ഇവിടെ പച്ചക്കന്നെ എടുത്ത് തിന്നാറുണ്ട്. റോഡ് സൈഡിൻ്റെ അടുത്ത് തന്നെ ആയ കാരണം നല്ല പൊടി. ഇതങ്ങോട്ട് പൊട്ടിച്ച്, ഇതാണ് കറുകല. നമ്മൾ നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മളുടെ ഇതാണ് സിന്നമൺ പ്ലാന്റ്. നമ്മളിതിനെ കറുകലയായിട്ടും പിന്നെ ഇതിൻ്റെ തടി നമ്മൾ ഉണക്കിയെടുത്താൽ നമുക്ക് കറുകപ്പട്ടയായിട്ടും കിട്ടും. നമ്മളുടെ ഇത് ചെറിയ കറുകലയാണ്. ഇതൊരു കുഞ്ഞി തൈയാണ് അമ്മ നട്ടിരുന്നത്. തൈ വേണമെന്ന് തോന്നണം, തൈയാണ് നട്ടിരുന്നത്. അതിങ്ങനെ ആയി വരുന്നുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ആയ കാരണം കാറ്റൊക്കെ വരുമ്പോൾ തന്നെ നല്ല മണം വരും. കിളുന്ത് കിളുന്ത് ഒക്കെ ആയിട്ടുള്ളൂ. അങ്ങനെ രാത്രി പരിപാടിയിലേക്കായി. ചെറിയൊരു ആൾക്കൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്താ വെച്ചാൽ ഈ കളിയും ചിരിയൊന്നും അവിടെ പോകുമ്പോൾ നടക്കൂലല്ലോ. അപ്പോൾ ഇതായിരുന്നു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ എന്ന് പറഞ്ഞിട്ടു. ഓക്കെ, ഷിയു ഷിയു എന്ന് പറ. അത് പോയി. ഷിയു എന്ന് പറഞ്ഞേ. എന്തോ ആ മനില്ല, മോളിലില്ല, മഞ്ഞില്ല. ഡി പോണ വഴിക്ക് ജ്യൂസൊക്കെ വേണമെന്നും പറഞ്ഞ് ഭയങ്കര വാശിയൊക്കെ ആയിട്ട് ജ്യൂസൊക്കെ കുടിച്ച് ആണ് ഞങ്ങൾ പതുക്കനെ പോയത്. അമ്മാവൻ അതും പറഞ്ഞേ, അമ്മാന അതും പറഞ്ഞേ. കുടിച്ചോട്ടാ, യമ്മിയാണോ ജ്യൂസ്? വാവ്, സൂപ്പർ തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.